നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മീസ് പ്രേയേഴ്സ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഈശ്വരന്മാരാണ് സർപ്പദേവതകൾ. തമിഴ്നാട്ടിലെ ഒരു നാഗരാജ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും ഐതിഹ്യവും ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലാണ് പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാഗക്ഷേത്രം ഉള്ളതുകൊണ്ടാവണം ഈ പ്രദേശം നാഗർകോവിൽ എന്നറിയപ്പെടുന്നത്. 1000-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ട് തൃശൂർ പാമ്പുമേക്കാട്ട് മനയിലെ ഒരു നമ്പൂതിരി ഈ വഴി യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ യാത്രാമധ്യത്തിൽ വനാന്തരത്തിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അദ്ദേഹം സപരിവാരം ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് കാര്യം അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ പുല്ലെറുക്കാൻ വന്നതാണെന്നും പുല്ല് ചെത്തിയപ്പോൾ അരിവാൾ പഞ്ചശിരസുള്ള ഒരു സർപ്പവിഗ്രഹത്തിൽ കൊണ്ടുവെന്നും അപ്പോൾ വിഗ്രഹത്തിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങിയെന്നും സ്ത്രീ പറയുകയാണ്. നമ്പൂതിരി തന്റെ ഭൃത്യന്മാരെ കൊണ്ട് പുല്ലുകൾ മാറ്റി നോക്കിയപ്പോൾ 5 തലയുള്ള ഒരു നാഗശില. അതിന്റെ ഒരു തലയുടെ കുറച്ചു ഭാഗം ചെറുതായി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ പാമ്പുമേക്കാട്ട് നമ്പൂതിരി തന്റെ മന്ത്രശക്തി കൊണ്ട് രക്തപ്രവാഹം തടയുകയും നാട്ടുകാരെ അറിയിച്ച ശേഷം പുണ്യാഹം തളിച്ച് വിഗ്രഹത്തിൽ പൂജകൾ ചെയ്യുകയും ചെയ്തു. സർപ്പദേവന്റെ ദൈവികമായ സാന്നിധ്യമുള്ള ആ വിഗ്രഹം ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ചിലവിൽ ഓലമേഞ്ഞ് മേൽക്കൂര കെട്ടുകയും അതിന് താഴെയായി വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അന്നു മുതൽ നാഗരാജ ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനം വഹിക്കുന്നത് തൃശൂർ പാമ്പുമേക്കാട്ട് മനയിലെ നമ്പൂതിരിമാരാണ്. മേൽശാന്തിയായി കേരള നമ്പൂതിരിമാരും കീഴ്ശാന്തിയായി പോറ്റുമാരുമാണ് ഇന്നും അവിടെ പൂജകൾ ചെയ്യുന്നത്. അമ്പലത്തിൽ നാഗരാജാവിന്റെ സന്നിധിക്ക് അടുത്ത് തന്നെ അനന്തകൃഷ്ണന്റെ സന്നിധിയുമുണ്ട്. പിണഞ്ഞിരിക്കുന്ന സർപ്പത്തിന്റെ മേൽ സത്യഭാമയോടൊത്ത് ഇരിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹമാണ്. 2 നടകളായിട്ടാണ് ക്ഷേത്രത്തിനുള്ളത്. നാഗരാജാവിനെ തൊഴുത് അടുത്ത് തന്നെ ശിവഭഗവാന്റെ സന്നിധിയിലും തൊഴുത ശേഷമാണ് കൃഷ്ണ ഭഗവാനെ തൊഴേണ്ടത്. ക്ഷേത്രത്തിന് പുറത്തായി അരശുമരത്തിന്റെ ചുവട്ടിൽ ധാരാളം സർപ്പവിഗ്രഹങ്ങൾ ഉണ്ട്. വിഘ്നേശ്വരനുമുണ്ട്. രാഹു കേതു ദോഷങ്ങളും മറ്റ് സർപ്പദോഷങ്ങളും മാറാനായി ഭക്തർ പശുവിൻ പാലും മഞ്ഞപ്പൊടിയും വാങ്ങി നാഗത്തന്മാർക്ക് അഭിഷേകം ചെയ്യാറുണ്ട്. നമ്മുടെ കൈകൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ദോഷങ്ങൾ പൂർണ്ണമായി മാറുന്നു. മംഗല്യ തടസ്സത്തിന് പാലഭിഷേകം ഫലപ്രദമാണ്. സന്താന സൗഭാഗ്യത്തിനായി ഭഗവാന് മുമ്പിൽ മുട്ടകളോട് കൂടിയ നാഗരൂപങ്ങൾ ഭക്തർ സമർപ്പിക്കുന്നു. മഞ്ഞപ്പട്ടും ചുവന്ന പട്ടും സമർപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിനുള്ളിലെ സ്വയംഭുവായ നാഗരാജാവ് ഓലമേഞ്ഞ കെട്ടിനുള്ളിലിരുന്ന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയാണ്. പണ്ടൊരിക്കൽ മാർത്താണ്ഡവർമ്മ രാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന കാലം അദ്ദേഹത്തിന് ഒരു ത്വക്കുരോഗം ബാധിക്കുകയുണ്ടായി. അപ്പോൾ രാജാവ് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നും അദ്ദേഹത്തിന് അങ്ങനെ ത്വക്കുരോഗം മാറിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ രാജാവാണ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന ഈ രീതിയിൽ പണി കഴിപ്പിച്ചത്. അങ്ങനെ ക്ഷേത്രത്തിന്റെ പണി വലിയ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം രാത്രി രാജാവിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. തനിക്ക് ക്ഷേത്രം മുഴുവൻ പണിഞ്ഞു തന്നാലും നാഗരാജാവ് ഇരിക്കുന്ന സന്നിധിയിൽ മാത്രം അതിൻ്റെ മുകളിലായി ഓലമേഞ്ഞ കെട്ട് മാത്രമേ പാടുള്ളൂ, ഭഗവാന് അതാണ് ഇഷ്ടമെന്നും സ്വപ്നത്തിൽ നാഗരാജാവ് വന്ന് പറയുകയാണ്. കാരണം സർപ്പങ്ങൾ എപ്പോഴും തണുപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് മരങ്ങൾ കൂടിയിരിക്കുന്ന കാവുകളിലും കുളങ്ങളുടെ അരികിലുമൊക്കെ സർപ്പങ്ങളുടെ വാസം ഉള്ളത്. സൂര്യപ്രകാശം കാവുകളിൽ അധികം ഉണ്ടാവാറില്ല. മഴയും ഇരുണ്ട അന്തരീക്ഷവുമാണ് സർപ്പദേവതകൾക്ക് ഏറെ ഇഷ്ടം. അതുപോലെ ക്ഷേത്രത്തിലെ എപ്പോഴും മണ്ണാറശാലയിലെ പോലെ തന്നെ അല്ലെങ്കിൽ പാമ്പുമേക്കാട്ട് മനയിലെ പോലെ തന്നെ സർപ്പ സാന്നിധ്യം എപ്പോഴും അനുഭവപ്പെടുകയാണ്. ഈ ക്ഷേത്രത്തിൽ പ്രസാദം ആയി തരുന്നത് മണ്ണാണ്. ചന്ദനം മഞ്ഞപ്പൊടിയും ഒപ്പം മണ്ണുമാണ് ഇവിടെ പ്രസാദമായി തരാറുള്ളത്. മണ്ണ് 6 മാസം കറുപ്പും 6 മാസം വെളുത്തതുമാണ്. ദക്ഷിണായനം ഉത്തരായനം അനുസരിച്ച് മണ്ണിന്റെ നിറം മാറിക്കൊണ്ടിരിക്കും. ക്ഷേത്ര പ്രദക്ഷിണം വെക്കുമ്പോൾ തടിയിലുണ്ടാക്കിയ ഒരു നാഗരൂപം നമുക്ക് കാണാനായി സാധിക്കും. ക്ഷേത്ര പരിസരങ്ങളിൽ കാണുന്ന പാമ്പുകളുടെ പുറംചട്ട ആ ശില്പം വെച്ചിരിക്കുന്ന പെട്ടിയിൽ സൂക്ഷിക്കുന്നുണ്ട്. പ്രദക്ഷിണം വെക്കുന്ന ഭക്തർ തടിയിലെ സർപ്പശില്പവും വണങ്ങുന്നു. കൂടാതെ നാഗമണി ഭൂതത്താൻ, മുരുകൻ, ശ്രീകൃഷ്ണൻ, ശാസ്താവ്, ദുർഗാദേവി,
എന്നിവരും ഉപദേവതകളായി ഉണ്ട്. ഹിഡിംബന്റെ സന്നിധിയും അമ്പലത്തിലുണ്ട്. നാഗർകോവിലെ നാഗരാജ ക്ഷേത്ര ദർശനം നടത്തിയാൽ ത്വക്ക് രോഗങ്ങൾക്കും മറ്റ് അസുഖങ്ങൾക്കും, സർപ്പകോപം, സർപ്പദോഷങ്ങൾ, പാപങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ മാറുന്നു എന്നാണ് വിശ്വാസം. ഞായറാഴ്ച, ആയില്യം, നാഗപഞ്ചമി, പൗർണമി ദിവസങ്ങളിലൊക്കെ വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ ഉണ്ടാവാറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.